ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ സ്റ്റോറി ടെല്ലിംഗ് ആണ്. എനിക്ക് കഥകൾ കേൾക്കാനും പറയാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ ഒരു കഥ പറച്ചിലേക്ക് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ, ഞാൻ കുറേ നാൾ മുന്നേ ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഉറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ കഥകൾ കേൾക്കുകയോ അല്ലെങ്കിൽ പിന്നീട് ഞാൻ അങ്ങോട്ട് കഥകൾ പറഞ്ഞ് ഉറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെയുള്ള കഥ പറഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് അങ്ങ് ഉറങ്ങിപ്പോവും. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള കുറച്ച് കഥകൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റോറി ടെല്ലിംഗ് വീഡിയോ ആണ്. എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരു സാങ്കല്പിക കഥയാണ്, വിനോദത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇതിലെ എല്ലാ നാമങ്ങളും കഥാപാത്രങ്ങളും പറഞ്ഞിട്ടുള്ള സംഭവങ്ങളും സാഹചര്യങ്ങളും തികച്ചും സാങ്കല്പികമാണ്. ജീവിച്ചിരിക്കുന്നതോ മരിച്ചതോ ആയ ഏതെങ്കിലും വ്യക്തിയുമായി സാദൃശ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് യാദൃശ്ചികം മാത്രമാണ്. നീനു പതിവിലും നേരത്തെ ഉറക്കമുണർന്നു. അതെ, ജോലിസ്ഥലത്തേക്ക് പോകാനുള്ള ദിവസമാണ്. ട്രെയിൻ മിസ്സായാൽ പോക്ക് നടക്കില്ല. പെട്ടെന്ന് തന്നെ എണീറ്റ് റെഡിയായി. അച്ഛനാണ് കൊണ്ടുവിട്ടത്. എന്നത്തെയും പോലെ ഉമ്മയൊക്കെ കൊടുത്ത് ട്രെയിനിൽ കയറി. ചെന്നൈയിലേക്കാണ് യാത്ര. ബുക്ക് ചെയ്ത സീറ്റ് ആരും കയ്യേറിയിട്ടില്ല. തൊട്ടപ്പുറത്തെ സീറ്റിൽ 2 പെൺകുട്ടികൾ റീൽസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താ അല്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യം? എന്നത്തെയും പോലെ ചെവിയിൽ ഇയർഫോൺ തിരുകി പാട്ട് കേട്ട് ഒന്ന് മയങ്ങി. എപ്പോഴോ കണ്ണു തുറന്നപ്പോൾ ട്രെയിനിലെ തിരക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട്. വിശപ്പിൻ്റെ വിളി വന്നു തുടങ്ങിയിട്ടുണ്ട്. ബാഗിലെ കുറച്ച് പലഹാരം അമ്മ ഉണ്ടാക്കി തന്നുവിട്ടത്, അത് കഴിച്ചിരുന്നു. അപ്പുറത്തെ സീറ്റിലെ പെൺകുട്ടികൾ തന്നെ നോക്കി എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട്. കുറച്ച് അവർക്ക് കൂടി കൊടുത്ത് പരിചയപ്പെട്ടു. അഞ്ജുവും ശ്രുതിയും. രണ്ടുപേരും എറണാകുളത്തേക്ക് ഒരു 1 ഡേ ട്രിപ്പ് പോവുകയാണ്. അഞ്ജു സാമാന്യം ലോ ക്ലാസ് ഫാമിലിയിലെ കുട്ടിയാണ്. ശ്രുതി അത്യാവശ്യം സാമ്പത്തികമുള്ള വീട്ടിലെ കുട്ടിയും. ചിലവ് കുറച്ചൊക്കെ ശ്രുതി ഷെയർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞാണ് അഞ്ജു ഈ ട്രിപ്പിന് വന്നതും. രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സാണ്. ഡിഗ്രി ഫൈനൽ ഇയേഴ്സാണ്. അവർ അവരുടെ ഡ്രീംസിനെ കുറിച്ച് വാചാലരായി. പതിയെ മൂവരും കുറച്ചടുത്തു. ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് നീനു ഉറക്കത്തിലേക്ക് ആഴ്ന്നുപോയി. ഏങ്ങലടിച്ചുള്ള കരച്ചിൽ കേട്ടാണ് നീനു ഞെട്ടിയുണർന്നത്. അഞ്ജു അതാ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തു പറ്റി അഞ്ജു? ചേച്ചി, അവളെ കാണുന്നില്ല. എവിടെ പോയി? ബാത്റൂമിൽ പോവുകയാണെന്ന് പറഞ്ഞ് പോയതാ. അരമണിക്കൂർ കഴിഞ്ഞു. ഫോൺ അവിടെ കയ്യിലുണ്ട്. മുന്നേ ഒരു സ്റ്റോപ്പിൽ വണ്ടി നിർത്തിയിരുന്നു. അവൾ ഇറങ്ങിപ്പോയി കാണുമോ? അവിടെ എല്ലാം തിരക്കി. ആരെങ്കിലും അവളെ... അഞ്ജു ഏങ്ങലടിച്ച് തുടർന്നു. ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. നമുക്ക് TTRനെ കോണ്ടാക്ട് ചെയ്ത് കാര്യം പറയാം. പോലീസിൽ വിവരം അറിയിക്കാം. നീ പേടിക്കണ്ട, അവൾക്കൊന്നും സംഭവിക്കില്ല. അവളെ വീട്ടുകാർ എങ്ങോട്ടും വിടില്ല. ഞാൻ മാത്രം ആയതുകൊണ്ടാ അവർ വിട്ടത്. ഇനി എന്താ ഞാൻ ചെയ്യും? പെട്ടെന്ന് അഞ്ജുവിൻ്റെ ഫോണിലേക്കതാ ശ്രുതിയുടെ കോൾ. പെട്ടെന്ന് തന്നെ അവൾ എടുത്തു. ശ്രുതി, നീ എവിടെയാ? എടി, ഞാൻ എൻ്റെ ലവറിനൊപ്പം പോവുകയാണ്. എൻ്റെ അവസ്ഥ ഇതായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറ്റിയത്. നീ എന്നോട് ക്ഷമിക്കണം. 2 ദിവസം കഴിഞ്ഞ് എന്തായാലും ഞങ്ങൾ വീട്ടിലോട്ട് പോകും. അപ്പോഴേക്കും എല്ലാം സെറ്റാകും. ഇപ്പോൾ നീ ഇത് ആരോടും പറയരുത്, എൻ്റെ അമ്മയോട് പോലും. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്നാലും ഈ ചതി വേണ്ടിയിരുന്നില്ല. അഞ്ജു, നിനക്കറിയാലോ, നിന്നെ വിശ്വാസമുള്ളത് കൊണ്ട് മാത്രമാണ് അവർ എന്നെ നിൻ്റെ കൂടെ വിട്ടത്. ഞങ്ങളുടെ ലവ് പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല. നീ തിരിച്ച് വീട്ടിലേക്ക് പൊക്കോ. തീർച്ചയായും തിരിച്ചു വരുമ്പോൾ എല്ലാം നിന്നോട് വിശദമായിട്ട് പറയാം. പ്ലീസ്, നീ എന്നോട് ക്ഷമിക്കണം. ശ്രുതി കോൾ കട്ട് ചെയ്തു. ചേച്ചി, അവൾ എന്നെ ചതിച്ചു. ഒരുത്തൻ്റെ കൂടെ പോയേക്കുവാണ്. എല്ലാ പുലിവാലും ഇനി ഞാൻ പിടിക്കണം. തിരിച്ചു പോയിക്കോളാം, ഒറ്റ സുഹൃത്തിൻ്റെ സമ്മാനം. അവളെല്ലാം വിശദമായി നീനുവിനോട് പറഞ്ഞു. നീ വിഷമിക്കാതെ, അടുത്ത സ്റ്റോപ്പ് ഇതാണ്. നീനു ഫോണിൽ വിശദമായി സെർച്ച് ചെയ്തു. എന്തായാലും 2 ബസ് കയറണം. അവളുടെ ബാഗ് കൂടി എടുത്തേക്ക്. നാളെ എന്തെങ്കിലും ഉണ്ടായാൽ തെളിവ് വേണ്ടേ? ചേച്ചി, അമ്മ പൈസ ഇല്ലാഞ്ഞ് കടം മേടിച്ചാണ് എന്നെ വിട്ടത്. നീ വിഷമിക്കാതെ, വീട്ടിൽ ചെന്ന് സാവധാനം മോളുടെ വീട്ടുകാരോട് എല്ലാം പറയണം. പിന്നെ ശ്രുതിയുടെ വീട്ടുകാരോടും. എന്തായാലും ഇപ്പോൾ അവൾ നിന്റെ ലൈഫിൽ നിന്ന് പോയത് നന്നായി. അവിടെ ചെന്ന് പെട്ടിരുന്നെങ്കിലോ? ഇതാ കുറച്ച് പൈസയുണ്ട്. വീട്ടിൽ ചെല്ലുമ്പോൾ എന്തായാലും വിളിക്കണം. ടേക്ക് കെയർ. അടുത്ത സ്റ്റോപ്പ് എത്തി. അഞ്ജു ഇറങ്ങി. കണ്ണുനീര് തുടച്ച് അവൾ നടന്നു നീങ്ങി. ഇന്നസെൻറ്റ് ഗേൾ, നീനു മനസ്സിലോർത്തു. ട്രെയിൻ മുന്നോട്ട് നീങ്ങി. ഉറങ്ങാൻ പറ്റുന്നില്ല. അവളൊന്ന് വീട്ടിൽ ചെന്നിട്ട് വിളിച്ചാൽ മതിയായിരുന്നു. നീനുവിൻ്റെ ഫോണ് റിങ് ചെയ്യാൻ തുടങ്ങി.
മോളെ എവിടെയായി? ഭക്ഷണം കഴിച്ചോ? ഉറങ്ങുമായിരുന്നെന്ന് വിചാരിച്ചാ വിളിക്കാഞ്ഞത്. ആ അമ്മേ, ആലുവ കഴിഞ്ഞിട്ടുണ്ട്. അന്ന് നടന്ന സംഭവവികാസങ്ങൾ ഒന്നും അമ്മയോട് അവൾ പറഞ്ഞില്ല. യാത്രയല്ലേ, ചെന്നിട്ട് പറയാം. ശരി അമ്മ. ട്രെയിൻ കച്ചവടക്കാർ മത്സരിച്ച് നടക്കുകയാണ്. ആകെ ഒരു ബഹളമയം. ആൾക്കാർ തിങ്ങിത്തുടങ്ങി. ഇനിയൊരു മൂവി കാണാം. പതിയെ ഫോൺ മുന്നിലുള്ള സ്റ്റാൻഡിലേക്ക് വെച്ച് മൂവി കണ്ടു തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോഴതാ ഫോൺ. അഞ്ചു ആയിരിക്കും. ചേച്ചി, ബസ് കിട്ടി, പോയിക്കൊണ്ടിരിക്കുകയാണ്. ശ്രുതി ഒന്നുകൂടി ട്രൈ ചെയ്തു, അവളെടുത്തില്ല. കുഴപ്പമില്ലടാ, അത് വിട്ടേക്ക്. എന്തായാലും നീ എത്ര താമസിച്ച് എന്നാലും വീട്ടിൽ ചെല്ലുമ്പോൾ എന്നെ വിളിക്കണം. ഷുവർ. ഓ, സമാധാനമായി, ബസ് കിട്ടിയല്ലോ. ഇപ്പോഴത്തെ ജനറേഷൻ എല്ലാം കണക്കാം. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യസാധ്യത്തിന് മാത്രം. അതൊക്കെ ഞങ്ങളുടെ കാലം എന്തൊക്കെയായിരുന്നു. ഒരു പുളിമിഠായി കിട്ടിയാലും വീതം വയ്ക്കും. ഓർമ്മകൾ അയവിറക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടപ്പുറത്തെ സീറ്റിൽ ഒരു കുഞ്ഞു പെൺകുട്ടിയും അമ്മയും വന്നു. അവളോട് സംസാരിച്ചിരുന്ന് സമയം പോയതറിഞ്ഞില്ല. അല്ലേലും സമയം നീക്കാൻ ഇതുപോലുള്ള കുരുന്നുകൾ മതിയല്ലോ. പിറ്റേന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ നീനു ചെന്നൈയിലെത്തി. ലഗേജ് ചുമക്കാൻ മത്സരിച്ച് ആൾക്കാർ ക്യൂ ആണ്. ഇതൊന്ന് ആ ഓട്ടോയിലേക്ക് വെച്ചാൽ മതി. എനിക്കിത് തന്നെ വേണം. മാങ്ങയും ചക്കയും എല്ലാം എടുത്തിട്ടുണ്ടല്ലോ. ഫ്ലാറ്റിലെ ലിഫ്റ്റ് ഇപ്രാവശ്യവും കംപ്ലൈൻറ്റ് തന്നെ. ലഗേജ് ഓരോന്നായി ചുമന്ന് അവൾ മുകളിലെത്തി. 2 ആഴ്ച മാറി നിന്നപ്പോഴേക്കും തൻ്റെ മുറി ആകെ മാറി. മുഴുവനും ചിലന്തി കയ്യേറി. ഇനി വീക്കെൻഡ് ആകട്ടെ. ഇപ്പോൾ ഒരു സമയവും ഇല്ല. ജനൽ തുറന്നിടുമ്പോഴാണ് താഴത്തെ ബഹളം അവിടെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്തൊക്കെയോ ഉന്തും തള്ളും. മാരിയമ്മ അവിടെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് താഴെ ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു 22 വയസ്സുകാരൻ്റെ നിലവിളി കേൾക്കാം. കുറച്ചുകൂടി അടുത്തേക്ക് ചെന്നപ്പോൾ ശ്രുതിയെപ്പോലെ ഒരു പെൺകുട്ടി അവിടെ നിൽക്കുന്നുണ്ട്. മാരിയമ്മ, എന്നെ പ്രശ്നമങ്ക എനിക്ക് തെരിയാതമ്മ, എന്തോ പ്രശ്നമായിരിക്കത്. അവിടെ നിന്ന് ആ പെൺകുട്ടിയെ അവൾ ഒന്നുകൂടി നോക്കി. അതെ, ശ്രുതി തന്നെ. പക്ഷേ മുടി വെട്ടിയിട്ടുണ്ട്, ഡ്രസ്സും മാറ്റിയിട്ടുണ്ട്. ഇവളെങ്ങനാ ഇവിടെ വന്നേ? പെൺകുട്ടിയും അവരോട് കയർക്കുന്നുണ്ട്. 1-2 പേർ അവരെ തള്ളി മാറ്റുന്നു. അന്ന് ആ ട്രെയിനിൽ ഇവളും ഉണ്ടായിരുന്നോ? കള്ളി. ശ്രുതി, ശ്രുതി, അവൾ നീട്ടി വിളിച്ചു. ആൾക്കൂട്ടത്തിനിടയിൽ നീനുവിനെ കണ്ടപ്പോൾ അവൾ ഒന്ന് പകച്ചു. ചേച്ചി, രക്ഷിക്കണം, ഇവനെ അവർ തല്ലി. എന്താ നിങ്ങൾക്ക് പറ്റിയേ? ആ ബജിക്കടയുടെ അപ്പുറത്തുള്ളവർ എന്നെ കമൻ്റ് അടിച്ചു. ആദ്യം വിട്ടുകളഞ്ഞതാ, പിന്നെ തുടർന്നു. അന്നേരം അവനത് ചോദ്യം ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ കുറ്റക്കാരായി. അവനെ അവർ തല്ലാൻ വന്നു. നീനു പെട്ടെന്ന് തന്നെ അവരോട് സംസാരിച്ചു. ഇവർ തൻ്റെ കസിൻസ് ആണെന്നും തന്നെ കാണാൻ വേണ്ടി വന്നതാണെന്നും വഴിതെറ്റിപ്പോയെന്നും അവരോട് പറഞ്ഞു. അറിയാവുന്ന 1-2 പേർ പ്രശ്നം പരിഹരിച്ചു തന്നു. ഇനി ഇവിടെ നിൽക്കണ്ട, പോരെ. എൻ്റെ ബിൽഡിംഗ് അവിടെയാണ്. ചേച്ചി, എന്നോട് ക്ഷമിക്കണം. അതൊക്കെ നമുക്ക് സാവധാനം സംസാരിക്കാം. 2 പേരെയും കൂട്ടി സ്റ്റെപ്പ് കയറുമ്പോൾ നീനുവിൻ്റെ മനസ്സൊന്ന് തണുത്തു. നിന്നെ അവർ കുറേ തല്ലിയോ? ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട്, അവിടെ കാണിക്കാം. വേണ്ട ചേച്ചി, വലിയ കുഴപ്പമില്ല. അതിന് മാത്രം തല്ലൊന്നും കിട്ടിയിട്ടില്ല. കുറേ പേര് തടഞ്ഞതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. എന്നാലും ഇവിടെ അടുത്ത് ഹോസ്പിറ്റലുണ്ടല്ലോ. ശ്രുതി പെട്ടെന്ന് ഇടയ്ക്ക് കയറി. ചേച്ചി, കുഴപ്പമില്ല. അതിന് മാത്രം പരിക്കുകളൊന്നുമില്ല. ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടെങ്കിൽ തന്നേരെ. എന്തായാലും 2 ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ നാട്ടിൽ പോകും. അതിന് മാത്രം ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടുമില്ല. ഒച്ച വെച്ചാലല്ലേ എല്ലാവരും കേൾക്കൂ. അതിനാണ് ഞങ്ങൾ ബഹളം വെച്ചത്. തുടരും. ഇനി പാർട്ട് 2 വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. ബൈ.